മാവേലിക്കരയിൽ CA അരുൺകുമാർ CPI സ്ഥാനാർത്ഥി. തർക്കങ്ങൾക്കൊടുവിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. കൊല്ലം, കോട്ടയം ജില്ലാ കൗൺസിലുകൾ അരുണിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. ചിറ്റയം ഗോപകുമാർ, പ്രീജ ശശിധരൻ, K അജിത്, RS അനിൽ തുടങ്ങിയവരുടെ പേരുകളാണ് 2 ജില്ലാ കൗൺസിലുകളുടെ പാനലിലുണ്ടായിരുന്നത്. ആലപ്പുഴ ജില്ലാ കൗൺസിൽ അതേ ജില്ലക്കാരൻ എന്ന നിലയിൽ അരുണിന്റെ പേര് ഒന്നാമതായി ഉൾപ്പെടുത്തിയിരുന്നു. വയനാട് ആനി രാജ തന്നെ മത്സരിക്കും. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എതിർപ്പുകൾക്കിടയിലാണ് CA അരുൺകുമാറിന്റെ പേരുകൾ വരുന്നത്. എങ്ങനെയാണ് CA അരുൺകുമാറിലേക്ക് എത്തിയത്? ശ്രുതി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിക്കുന്നത് കേരളത്തിൽ 4 മണ്ഡലങ്ങളിലാണ്. തിരുവനന്തപുരം, മാവേലിക്കര, വയനാട്, തൃശൂർ മണ്ഡലങ്ങളിലാണ് CPI സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മാവേലിക്കര മണ്ഡലത്തിന്റെ കാര്യത്തിലാണ് ഏറ്റവും രൂക്ഷമായ ചർച്ച നടന്നത്. വാദപ്രതിവാദങ്ങൾക്കും തർക്കവിതർക്കങ്ങൾക്കും ഒടുവിലാണ് മാവേലിക്കരയിൽ CA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. മാവേലിക്കര മണ്ഡലത്തിൽ അരുൺകുമാറിന് പകരം പ്രീജ ശശിധരന്റെ പേര് കൊല്ലം ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നു. കൊല്ലത്തു നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പ്രീജ ശശിധരൻ. ഇതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ പേരും ഈ കോട്ടയം, കൊല്ലം ജില്ലാ കൗൺസിലുകൾ നൽകിയ പാനലുകളിൽ ഉൾപ്പെട്ടിരുന്നു. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം യുവ നേതാവ് ഈ CA അരുൺകുമാർ തന്നെ അവിടെ മത്സരിക്കണമെന്നായിരുന്നു. CPIയുടെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗവും മന്ത്രി P പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമാണ് CA അരുൺകുമാർ. യുവ നേതാവ് മത്സരിച്ചാൽ അവിടെ ഏറ്റവും വിജയസാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തവണ കോൺഗ്രസ് MPക്കെതിരെ മണ്ഡലത്തിലാകെ ഒരു വിരുദ്ധ വികാരവുമുണ്ട്. ഇതെല്ലാം ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അരുൺകുമാറിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന ധാരണയിലേക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവ് എത്തുകയായിരുന്നു. ഈ നിലയ്ക്കാണ് തീരുമാനത്തിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിൽ ആനി രാജ, CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ മഹിളാ ഫെഡറേഷൻ നേതാവുമായ ആനി രാജ തന്നെ മത്സരിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പന്നിൻ രവീന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥിയാകും. തൃശ്ശൂരിൽ CPIയുടെ ജനകീയ മുഖമായ VS സുനിൽകുമാർ മത്സരിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ തൃശ്ശൂരിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ് എന്ന വിലയിരുത്തലാണ് സുനിൽകുമാറിനെ അവിടെ മത്സരിപ്പിക്കുന്നത്. 2016-ൽ നിയമസഭയിലേക്കും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായപ്പോൾ അവിടെ കയ്പമംഗലം മണ്ഡലത്തിൽ നിന്ന് മാറി സുനിൽകുമാറിനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചാണ് ആ മണ്ഡലം CPI തിരിച്ചുപിടിച്ചത്. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണെന്ന വിലയിരുത്തലാണ് അദ്ദേഹത്തെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നത്. ശ്രീജിത്ത്, വയനാട് തന്നെയാണ് ഇനി അടുത്തത്. ആനി രാജ തന്നെ മത്സരിക്കുമെന്നതിലേക്ക് എത്തുന്നുണ്ടോ? എപ്പോഴായിരിക്കും വയനാടിന്റെ കാര്യത്തിൽ തീരുമാനമാവുക? ശ്രുതി, സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വയനാട് മണ്ഡലത്തിൽ ആനി രാജയെ മത്സരിപ്പിക്കാനുള്ള ധാരണയിലെത്തി. ഈ ധാരണ, അതായത് 4 മണ്ഡലങ്ങൾ, തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ, മാവേലിക്കരയിൽ CA അരുൺകുമാർ, തൃശ്ശൂരിൽ VS സുനിൽകുമാർ, ഒപ്പം തന്നെ വയനാട് ആനി രാജ, ഇതാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക. ഇത് സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കുന്നതോടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടക്കും. വൈകുന്നേരം 5 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 4 സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.